ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കാൻ മാറ്റി. റിമാൻഡിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇരുവരും ജാമ്യ ഹർജി നൽകിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ ഗോവർദ്ധനും അതോടൊപ്പം തന്നെ പത്മകുമാറും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. അതിപ്പോൾ നിലവിൽ ഹൈക്കോടതി മറ്റന്നാളത്തേക്ക് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യ നീക്കത്തിലേക്ക് CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാർ നീക്കം നടത്തിയത്. പ്രധാനമായും വാദം ഉന്നയിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന് അനുസൃതമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയിട്ടുള്ളത്. അതൊരു കൂട്ടത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് മേൽ മാത്രം കുറ്റം ചുമത്താനായിട്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. മറ്റുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും ദേവസ്വം ബോർഡിന് പൂർണ്ണമായും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് പത്മകുമാറിന്റെ വാദം. പക്ഷേ ഗോവർദ്ധൻ ഉന്നയിച്ചിരിക്കുന്ന വാദം ദേവസ്വം ബോർഡിനെതിരെയാണ്. ദേവസ്വം ബോർഡ് ആണ് നിയമവിരുദ്ധമായിട്ട് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനായി അനുമതി നൽകിയത്. താൻ കൊള്ള നടത്തണം അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തണം എന്നുള്ള ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ഈ സ്വർണത്തിന്റെ തൂക്കത്തിന് അനുസൃതമായിട്ടുള്ള തുക താൻ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ തുക നൽകിയ തനിക്ക് തട്ടിപ്പിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരം ഒരു തുക പണം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നാണ് ഗോവർദ്ധന്റെ വാദം. എന്തായാലും നിലവിൽ ഹൈക്കോടതി ഇരു ജാമ്യാപേക്ഷകളും മറ്റന്നാളത്തേക്ക് വിശദമായിട്ട് വാദത്തിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. കൃഷ്ണരാജ്, പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കാൻ മാറ്റി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.